മക്കളെ എല്ലാവർക്കും നമസ്കാരം. ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 10ാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആണല്ലോ അല്ലെ, എല്ലാവർക്കും ലഭിച്ചു എന്ന് ടീച്ചർ കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ പുതിയ ചാപ്റ്ററിലെ, അതായത് നമുക്ക് മൊത്തം 5 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നതിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് കിഡ്കി. എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? കിഡ്കി എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട് കിഡ്കി. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് കിഡ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കാം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കിഡ്കി ഏറ്റവും കൂടുതൽ ബോയ്സ് ആണേലും ഏറ്റവും കൂടുതൽ ഗേൾസ് ആണേലും ഉപയോഗിക്കുന്നതാണ് അല്ലേ. ആരെങ്കിലും പുറത്തുകൂടിയൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് നോക്കാറൊക്കെ ഉണ്ട്. എന്തിലൂടെയാണ് നമ്മൾ നോക്കുക? ജനാല അല്ലേ, അതായത് വിൻഡോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കിഡ്കി എന്ന് പറയുന്നത്. ഈ അഞ്ജു ഖർബന്ദ എന്ന് പറയുന്ന ലേഖിക എഴുതിയ ഒരു ലഘു കഥയാണ് എന്തെന്ന് പറയുന്നത്? കിഡ്കി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അഞ്ജു ഖർബന്ദ എന്നാണ് നമ്മുടെ ലേഖികയുടെ പേര്. എങ്ങനെയുള്ള രചനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലഘു കഥ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കിഡ്കി എന്ന് പറയുന്നത് അഞ്ജു ഖർബന്ദ എഴുതിയതാണ്. അപ്പൊ ഈ അഞ്ജു ഖർബന്ദ എഴുതിയ ഈ കിഡ്കി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ്, ഒരു ഫാമിലിയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ഫാമിലി ഉണ്ട്. അതായത് ഒരു വൈഫ്, ഒരു ഹസ്ബൻഡ്, പിന്നെ അതുപോലെ തന്നെ 2 കുട്ടികൾ, പിന്നെ കുറച്ച് യാത്രക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ട്രെയിനിലാണ് പുറപ്പെടുന്നത്. ഓക്കെ, നമുക്ക് സീറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലേ, എന്താണ്, ട്രെയിൻ ആണ് അല്ലേ, ട്രെയിൻ യാത്രയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവര് ഹോഷിയാർപുർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഹോഷിയാർപുർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. എന്തിനാണ് പോകുന്നത്? ഷാദി കാ ബുലാവ ആയ, കല്യാണത്തിനായിട്ട്. കല്യാണത്തിന്റെ ഒരു ക്ഷണം വന്നു അല്ലെ, കല്യാണം ആരോ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഹോഷിയാർപുർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ട്രെയിൻ സെ ജാന തയ ഹുവ, ട്രെയിനിൽ പോകുവാനായിട്ട് ഇവർ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ട്രെയിനിൽ പോകാനായിട്ട് ഇവർ എന്ത് ചെയ്യാണ്? തീരുമാനിച്ചു. ഓക്കെ, ട്രെയിനിൽ പോകുവാനായി തീരുമാനിക്കുന്നു. തയ് ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തീരുമാനിക്കുക എന്നാണ്. ഓക്കെ, തയ് ഹുവ എന്താണ്? തീരുമാനിക്കുക. ഓക്കെ, തയ് ഹുവ. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ദി, നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തണുപ്പ്. സർദി എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ്. ആ തണുപ്പ് അധികമായതുകൊണ്ട് തന്നെ ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ AC के बजाय जनरल कोच से सफर का आनंद लिया जाए, AC-ക്ക് പകരമായിട്ട് ജനറൽ കോച്ചിൽ പോകാനും അതുപോലെ തന്നെ ജനറൽ കോച്ചിൽ പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു ആനന്ദം, ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് കരുതിയിട്ട് ഇവർ എന്ത് ചെയ്യാണ്? ട്രെയിനില് AC-ക്ക് പകരമായിട്ട് അവർ എന്ത് ചൂസ് ചെയ്തു? ജനറൽ കോച്ച് ചൂസ് ചെയ്തു. ഓക്കെ അല്ലേ? പഹലെ ബീബി ബച്ചെ ജനറൽ സെ ജാനെ കുച്ച് നാരാസ് ഹുയെ, ആദ്യം എന്താണ്, വൈഫും അതുപോലെ തന്നെ കുട്ടികളും നമ്മുടെ ഈ ജനറൽ കോച്ചിൽ പോകുന്നതിനോട് എന്തു പറഞ്ഞു? ഒരു വിസമ്മതമൊക്കെ അവർക്കൊരു മനസ്സില്ലായ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, കാരണം എന്തായിരിക്കാം? ജനറൽ കോച്ചിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും? ഇരിക്കാൻ സീറ്റ് കിട്ടൂല, പിന്നെയോ പലതരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാനായിട്ട് ട്രെയിനിൽ എന്താണ്, ഒന്നുകിൽ AC കോച്ച് അല്ലെങ്കിൽ സ്ലീപ്പർ കോച്ചിലൊക്കെ വേണം നമ്മൾ പോകുവാനായിട്ട്. നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ജനറൽ കോച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് എന്തുണ്ടാവും? ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറയുന്നു? ഇവര് എന്ത് തീരുമാനിച്ചു? ഈ പ്രാവശ്യം എന്ത് ചെയ്യാം? ജനറൽ കോച്ചിൽ പോകാമെന്നും ജനറൽ കോച്ചിൽ പോകുന്ന സമയത്ത് എന്താണ് അനുഭവിക്കുന്ന ആ ഒരു ആനന്ദമുണ്ടല്ലോ, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവര് യാത്ര ജനറൽ കോച്ചിൽ ആക്കി. ഓക്കെ ആണോ? ഫിർ തോടി നാ നുക്കൂർ കെ ബാദ് മാൻ ഗേ, കുറച്ചു നേരത്തിന് ശേഷം അവര് എന്താണ്, നുക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിസമ്മതത്തിന് ശേഷം അവസാനം വൈഫും അതുപോലെ തന്നെ കുട്ടികളും എന്ത് ചെയ്തു? ഓക്കെ, ഇതിൽ പോകാമെന്ന് തന്നെ തീരുമാനിക്കുന്നു. നമ്മുടെ AC കോച്ചിൽ പോകുന്നതിന് പകരം ജനറൽ കോച്ചിൽ തന്നെ പോകാമെന്ന് തീരുമാനിക്കുന്നു. ഡൽഹി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ, ഡൽഹിയിൽ നിന്നും ഏകദേശം 8 മണിക്കൂർ യാത്രയാണ് ഹോഷിയാർപൂരിലേക്ക് ഉള്ളത്. ഡൽഹിയിൽ നിന്ന് എത്ര മണിക്കൂർ യാത്രയുണ്ട്?
8 മണിക്കൂർ യാത്രയാണ് ഹോഷിയാർപൂരിലേക്കുള്ളത്. 8 ഘണ്ടെ, കണ്ടോ, 8 ഘണ്ടെ കാ സഫർ, 8 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. സീറ്റ് ബുക്ക് ദി, സീറ്റ് എന്ത് ചെയ്തു അവര് ബുക്ക് ചെയ്തിരുന്നു എങ്കിൽ, തോ ജ്യാദാ പരേശാനി നഹി ഹുയി, ചെയ്തിരുന്നു എങ്കിൽ ഇവർക്ക് എന്ത് വരില്ല, ഒരുപാട് ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടതായിട്ട് വരില്ലായിരുന്നു. ബച്ചോനെ ഛട്ട് കിടക്കി വാലി സീറ്റ് ചപ്പലി, ട്രെയിൻ വന്നു, കമ്പാർട്ട്മെന്റിൽ, അതായത് ജനറൽ കമ്പാർട്ട്മെന്റിന്റെ മുമ്പിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ട്രെയിൻ നിന്നതുമല്ല, കുട്ടികൾ ചാടിക്കേറി എന്ത് ചെയ്തു, ആ സീറ്റ് പിടിച്ചു. അതും ഏത് സീറ്റാണ്, കിഡ്കി വാലി സീറ്റ്, വിൻഡോ സീറ്റ് പിടിച്ചെടുത്തു. സാരാ സാമാൻ സെറ്റ് കർമേ और പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോഗെ, എല്ലാ സാധനങ്ങളും അവർ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്ന ലഗേജ് എല്ലാം അവർ കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്തൊക്കെ വെച്ചതിന് ശേഷം അവര് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ഇതുവരെ മനസ്സിലായ മക്കളെ? ഇതൊരു ട്രെയിൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഒരു ചെറുകഥയാണ്. അപ്പോൾ ഇവര് എന്താണ് ഈ ഒരു ചെറുകഥയിലൂടെ പറയുന്നത്, ഇവര് ഹോഷിയാർപൂരിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ നിന്നും 8 മണിക്കൂർ യാത്രയാണ് അങ്ങോട്ടേക്കുള്ളത്. അപ്പം ക്ലൈമറ്റ് വന്നിട്ട് തണുപ്പായതുകൊണ്ട് തന്നെ ഇവര് AC കോച്ചിന് പകരം ജനറൽ കോച്ചിൽ പോകാമെന്നും, ജനറൽ കോച്ചിൽ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം എന്താണെന്ന് അറിയാമെന്നും കരുതിയിട്ട് ഇവര് യാത്ര പുറപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, ആ സമയത്ത് നമുക്കറിയാം ട്രെയിനിൽ പലതരത്തിലുള്ള ആളുകൾ വരും അല്ലേ? അതായത് ചായ ചായ ചായ, വട വട വട, ബിരിയാണി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് വരില്ലേ? അതേപോലെ നമ്മുടെ ട്രെയിനിൽ ഒരു സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടുള്ള ഒരു ലേഡി കടന്നു വരികയാണ്. ആ ലേഡി എന്താണ് വിൽക്കുന്നത്? വലിയൊരു ബാഗൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. നല്ല ഭാരമേറിയ ഒരു ബാഗൊക്കെ തൂക്കിയിട്ടാണ് അവർ വരുന്നത്. അവരെന്തുമായിട്ടാണ് വന്നത്? ജമ്മു കി ഷാൾ, എന്തായിട്ടാണ് വന്നത്? ജമ്മുവിൽ നിന്ന് കൊണ്ടുവന്ന ഷാള് വിൽക്കുവാനായിട്ടാണ് അവര് ആ ട്രെയിനിലേക്ക് കയറിയത്. ബഹുത്ത് ബഡിയ, നല്ല ഷാള്, നല്ല ഭംഗിയുള്ള ഷാള്, ജമ്മുവിലേക്ക് നല്ല വളരെയധികം ഭംഗിയുള്ള ഷാളുമായിട്ടാണ് അവർ വന്നത്. ദീദി ജമ്മു കി ഷാൾ ലേലോ, ചേച്ചി ജമ്മുവിൽ നിന്നുള്ള ഷാളാണ്, വാങ്ങൂ. ബഹുത്ത് ബഡിയ ഹേ, ഇതെന്താണ്, നല്ല നല്ല ഭംഗിയുള്ള ഷാളാണ്, നല്ല ഷാളാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അതിനുശേഷം ഇവരെന്ത് ചെയ്യാണ്? ओके, रंग बिरंगी शालों का भारी गडर उड़ाए एक सांवली सलोनी कजरारी आंखों वाली युवती पत्नी को ഇസ്റാർ കർണേ ലഗി. അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പല നിറത്തിലുള്ള ഷാള്, ജമ്മുവിൽ നിന്നൊക്കെയുള്ള ഷാൾ എന്ന് പറയുമ്പോൾ പല നിറത്തിലുള്ള ഷാളാണ് അല്ലേ? അപ്പൊ ഈ പല നിറത്തിലുള്ള ഷാളുമായിട്ട് ആ ഭാരമേറിയ ഗഡർ, ഭാരി ഗഡർ ഉടായ, ഭാരമേറിയ ആ ഒരു എന്താണ്, ആ ഒരു സഞ്ചിയും തൂക്കിയിട്ട് സാവലി സലോണി കജരാരി ആങ്കോം വാലി, നല്ല ഇരുണ്ട നിറത്തോടു കൂടിയ, നല്ല ജ്വലിക്കുന്ന കണ്ണുകളോട് കൂടിയ, കൺമഷിയൊക്കെ എഴുതിയ, കജരാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമഷിയൊക്കെ എഴുതിയ കണ്ണുകളുമായിട്ടുള്ള ഒരു യുവതി പത്നിക്കോ ഇസ്റാർ കർണയിലേക്ക്, വൈഫിനെ എന്താണ് ഇത് വാങ്ങുവാനായിട്ട് ആ ഒരു ആഗ്രഹം, ഇസ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം എന്നാണ് കേട്ടോ, ആഗ്രഹകർണ, ആ ഒരു ഇത് വാങ്ങാനായിട്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കിത്തനെ കി ഹേ, എത്ര രൂപയാണ്? 2800 की है, എത്ര രൂപയാണ്? 2800 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ മക്കളെ? നമുക്ക് തോന്നും അടായി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എന്താ തോന്നുക? 800 ആണോ എന്ന് തോന്നും. പക്ഷെ ഇവിടെ സവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 അടായി സവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 250 രൂപ. ഓക്കെ, 250 രൂപയാണ് ഒരു ഷാളിന്റെ വിലയായിട്ട് അവര് പറഞ്ഞത്. ഇത്നി മഹങ്കി, ഇത്രത്തോളം വിലയോ? ഇത്ര വിലപിടിപ്പുള്ളതാണോ എന്ന് ചോദിക്കുന്നു. സ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി, ചേച്ചി കുറച്ച് അധികം പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, കുറച്ച് തരാമെന്ന് പറയുന്നു. മുജെ ദുഖാൻ കോൾനി ഹേക്ക, എനിക്ക് എന്താ കട തുറക്കാനാണോ അല്ലേ? ഒരുപാട് ഷാള് വാങ്ങിച്ചോ ചേച്ചി, ഞാൻ കുറച്ച് തരാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ കട തുറക്കാനാണോ? ഇത്രയും ഷാള് വാങ്ങി ഞാൻ എന്നാ കാണിക്കാനാന്ന് ചോദിക്കുന്നു. മുജെ ദുഖാൻ കോൾനി ഹേക്ക ലേ ലോന ബഹനോർ ബാബിയോം കേലിയെ, ചേച്ചി വാങ്ങ്, ചേച്ചി വാങ്ങിക്കേ, സഹോദരിമാർക്കും സിസ്റ്ററിൻ ലോസിനും ഒക്കെ വേണ്ടിയിട്ട് ചേച്ചി ഇത് വാങ്ങിക്കേ എന്ന് പറയുന്നു. മേനെ പത്നിക്കോ ഇഷാരാക്കിയ, ഞാൻ വൈഫിനെ കണ്ണ് കാണിച്ചു, വേണ്ട വേണ്ട വിട്ടേക്ക് വിട്ടേക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്താണ് വൈഫിനോട്
ആംഗ്യം കാണിച്ചു. तो उसे आंखों तैरकर मुझे चुप रहने का संकेत दिया. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത്? അവള് എന്ത് ചെയ്തു? കണ്ണുകൾ ഉരുട്ടിയിട്ട്, വൈഫ് എന്ത് ചെയ്തു? കണ്ണുകൾ ഉരുട്ടിയിട്ട് അയാളോട് മിണ്ടാണ്ട് അവിടെ ഇരുന്നാണ്, എനിക്ക് ഷാള എന്താണ് മുഖ്യം എന്നുള്ള രീതിയിൽ പറയുന്നു. അച്ഛാ 5 പീസ് ലൂത്തോ കിത്തനേക്ക് ദോഗി. ഓക്കെ, എങ്കിൽ ഞാൻ 5 പീസ് എടുക്കാം. ആ 5 പീസിന് എത്ര രൂപയാകും? 200 रुपये पीस 200 रुपये पर पीस ले लेना दीदी. ഓക്കെ ചേച്ചി, എന്നാൽ ഒരു കാര്യം ചെയ്, എത്ര രൂപയ്ക്ക് എടുക്കാനായിട്ട് പറഞ്ഞു? 200 രൂപ ഒരു പീസിന് എന്നുള്ള രീതിയിൽ എടുക്കുവാനായിട്ട് പറയുന്നു. എത്ര രൂപയാണ്? 200 രൂപയ്ക്ക് ഒരു പീസ് എടുക്കുവാനായിട്ട് പറയുന്നു. ഓക്കെ, നാ 100 रुपये पर പീസ്. പറ്റില്ല, 100 രൂപയ്ക്കാണെങ്കിൽ ഞാൻ ഒരു പീസിന് 100 രൂപയാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു. ദീദി 100 ബഹുത്ത് കം ഹേ. അപ്പൊ പറയാണ്, അയ്യോ ചേച്ചി 100 രൂപ എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവല്ലേ, കം ഹേ, കുറവല്ലേ എന്ന് പറയുന്നു. കാത്തെ ഹുയെ ഉസ്കാ ഗല റൂണ്ട് ഗയാ ഓർ ഉസ്കി കജ്രാരി ആംഖേം ഭരായി. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ആ യുവതിയുടെ തൊണ്ട ഇടറി, അല്ലേ? അവളുടെ കണ്ണുകൾ നനയുവാനായി തുടങ്ങി. കാരണം എന്തായിരിക്കാം മക്കളെ? എന്തായിരിക്കാം? പാവം പിടിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു തൊഴിലിന് അവിടേക്ക് വരേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വീടിന്റെ അവസ്ഥയും, അല്ലെ, ബുദ്ധിമുട്ടുകളും, അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് ആയിട്ടുള്ള ആർത്ഥിക സ്ഥിതിയൊക്കെ അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? അവരുടെ ആ തൊണ്ട ഇടറി പോയത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, നോക്കിയേ. ചൽന തേരി ന മേരി 150 പെർ പീസ്. വിട്ടേരെ, നിന്റേതുമല്ല എന്റേതുമല്ല. ഒരു പീസിന് 150 രൂപയാണെങ്കിൽ നീ എനിക്ക് ഷോള് തരുമോ എന്ന് ചോദിക്കുന്നു. അച്ഛ ദീദി ടീക്ക് ഹേ ലോ രംഗ് പസന്ത് കർലോ. ഓക്കെ ചേച്ചി, ഇല്ലേ, 150 രൂപയാണെങ്കിൽ നീ ആണെങ്കിൽ എനിക്ക് ഇത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ചേച്ചി 150 രൂപയ്ക്ക് 5 പീസ് ചേച്ചി എടുത്തോ എന്ന് പറയുന്നു. ഓക്കെ, കുछ सोचते हुए उसने कहा और गडर पत्नी के सामने सरका दिया. അവൾ കുറച്ചൊന്ന് ആലോചിച്ച് എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ എന്താ പറഞ്ഞു? എടുത്തോളാനായിട്ട് പറയുന്നു, അല്ലേ? ഷോള് 150 രൂപയ്ക്ക് വില അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അവരാണെങ്കിൽ എന്ത് ചെയ്തു? ഗഡർ, അവരുടെ ആ ഒരു ഭാണ്ഡം, അല്ലെ, ആ ഒരു ബാഗ് ആ വൈഫിന്റെ അടുത്തേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, പത്നീനെ 5 ഷോൾ അലഗല കർലി. എന്നിട്ട് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വൈഫ് എന്ത് ചെയ്തു? പല നിറത്തിലുള്ള 5 ഷോൾ അവിടെ ഇരുന്ന് സെലക്ട് ചെയ്യാണ്. 5 എണ്ണം സെലക്ട് ചെയ്തു. और मेरी और दे रुपये देने का इशारा किया. അതിന് ശേഷം എന്നെ നോക്കിയിട്ട് പൈസ കൊടുക്കുവാനായിട്ടുള്ള ഒരു ആംഗ്യം കാണിച്ചു, അല്ലേ? പൈസ കൊടുത്തേക്കെന്നുള്ള രീതിയിൽ കാണിക്കില്ല, അങ്ങനെ കാണിച്ചു. മേനെ ചൾ 750 रुपये निकाल कर दे दिया. പെട്ടെന്ന് തന്നെ ഒരു 750 രൂപ എടുത്തിട്ട് എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ കൊടുത്തു. എത്ര രൂപ കൊടുത്തു? 750 രൂപ 5 ഷാളിന്റെ വിലയായിട്ട് അദ്ദേഹം എടുത്തു കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की रुई इसी बात पर अटकी रही. അവര് പോയി, ഷാളൊക്കെ വിറ്റു, 5 ഷോള് വാങ്ങി, പല നിറത്തിലുള്ള 5 ഷോള് വാങ്ങി. പക്ഷെങ്കിൽ ആ വൈഫ് എന്താണ്, വൈഫിൻ പോകുന്ന വഴിക്കെല്ലാം അവരുടെ ചിന്ത എന്ന് പറയുന്നത് ആ ഒരു ഷാള് 150 രൂപയിൽ കൊടുത്തു വാങ്ങിയതാണല്ലോ, ആ ഒരു കാര്യത്തിൽ അങ്ങനെ മുഴുകി ഇരിക്കുകയായിരുന്നു. രുയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ എന്നാണ് കേട്ടോ. രുയി ശ്രദ്ധയാണ്. അതുപോലെ തന്നെ എന്താണ്, അഡ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രുയി ശ്രദ്ധ, അഡ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? തങ്ങുക, തങ്ങി നിൽക്കുക എന്നാണ് കേട്ടോ. അവര് അതിലേക്ക് മുഴുകിപ്പോയി. വോ ഏക് ബാർ മേ ഹി 150 മേ മാൻ ഗയി. ഇപ്പൊ എന്താണ്, ഒരു പ്രാവശ്യം ഞാൻ പെട്ടെന്ന് തന്നെ എത്രയാണ് 150 രൂപ എന്ന് പറഞ്ഞപ്പോ തന്നെ അവൾ അത് ഓക്കെ പറഞ്ഞല്ലോ. ഗൽത്തിക്ക് തോടാ തോൽമോൽ അവർ കർണാ ചാഹിദ. തെറ്റിപ്പോയില്ല, ഇനി കുറച്ചുകൂടി ഒന്ന് എന്ത് ചെയ്യാമായിരുന്നു? വില പേശാമായിരുന്നു. അങ്ങനെ വില പേശിയിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ? കുറച്ചുകൂടി എമൗണ്ട് എനിക്ക് റെഡ്യൂസ് ആയിട്ട് കിട്ടിയേനേം എന്ന് ഓർക്കുകയാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. और मेरी सुई
അതീത് മേ ജാ അടക്കി. പക്ഷെ എൻ്റെ ശ്രദ്ധ മുഴുവൻ, ആ ഹസ്ബൻഡിന്റെ ശ്രദ്ധ മുഴുവൻ ആരിലായി പോയി? എൻ്റെ ശ്രദ്ധ മുഴുവനും ആ പെണ്ണില് ആയിരുന്നു, അല്ലെ ആ യുവതിയിൽ ആയിരുന്നു. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोच रहा था. കുഞ്ഞിനെ പിടിച്ച്, അതായത് മകളെ പിടിച്ച് മടിയിൽ ഇരുത്തിയിട്ട്, വിൻഡോ സീറ്റിലാണല്ലോ ഇപ്പോൾ ഓൾറെഡി കുട്ടി ഇരിക്കണേ, അപ്പൊ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിയിട്ട് അദ്ദേഹം വിൻഡോ സീറ്റിലേക്ക് അങ്ങോട്ടേക്ക് നീങ്ങിയിരുന്നിട്ട് അദ്ദേഹം എന്താണ് പുറത്തേക്ക് നോക്കിയിട്ട് ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നേ? മേരെ പിതാബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് ജബ് തക്ക് ഹാരെ ഘർ ആത്തെ. എൻ്റെ അച്ഛനും അല്ലേ, എൻ്റെ അച്ഛനും പണ്ട് ഈ ട്രെയിനില് കച്ചവടമൊക്കെ നടത്തിയതിന് ശേഷം ക്ഷീണിച്ച് അവശനായിട്ട് വരുമല്ലോ, ആ വരുന്ന ആ ഒരു രംഗം അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. തോ ഉൻകി ആങ്കോ മേ ബി വഹി നമീതി. ആ സമയത്ത് അച്ഛൻ വരുന്ന സമയത്ത് അച്ഛൻ്റെ കണ്ണുകളിലും ആ ഒരു നനവുണ്ടായിരുന്നു, ആ ഒരു ഈർപ്പം ഉണ്ടായിരുന്നു. ജോ ആജു സുവദിക്ക് ആങ്കോ മേ ദി. ആ ഒരു നനവ് ഇന്ന് എനിക്ക് ആ യുവതിയുടെ കണ്ണുകളിലും കാണുവാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചെറുകഥ അവസാനിക്കുന്നത്. അതായത് ഇവിടെ നമ്മുടെ ലേഖകൻ എന്താണ്, തൻ്റെ അച്ഛനെ ഓർക്കുകയാണ്. അച്ഛൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഈ ട്രെയിനിലെല്ലാം കച്ചവടം നടത്തുന്ന, ട്രെയിൻ എന്തായിരുന്നു? റെയിൽഗാഡി. ഓക്കെ, അപ്പൊ ഈ ട്രെയിനിലെല്ലാം കച്ചവടം നടത്തിക്കൊണ്ട് ഇരുന്ന ഒരച്ഛനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അല്ലെ. അപ്പൊ അതേ ഒരു അച്ഛനെ പോലെ തന്നെ ഉള്ള ഒരു യുവതിയാണല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം അവരെ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ. ആ യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ആ കണ്ണിലുള്ള ആ ഒരു ഈർപ്പം എന്ന് പറയുന്നത് തൻ്റെ അച്ഛൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു നനവ് തന്നെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചെറുകഥ ഇവിടെ അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ അഞ്ജു ഖർബന്ദ എന്ന് പറയുന്ന ലേഖികയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു രചന എഴുതിയിരിക്കുന്നത്. അഞ്ജു ഖർബന്ദ ജനിച്ചത് ഡൽഹിയിലായിരുന്നു. അഞ്ജു ഖർബന്ദ ജനിച്ചത് എവിടെയായിരുന്നു മക്കളെ? ഡൽഹിയിലായിരുന്നു. അഞ്ജു ഖർബന്ദ ഒരു അധ്യാപികയായിരുന്നു, അതുപോലെ തന്നെ ലേഖികയായിരുന്നു, അതുപോലെ തന്നെ ഒരു റേഡിയോ കലാകാരായിരുന്നു, റേഡിയോ ജോക്കിയും കൂടിയായിരുന്നു. അധ്യാപികയായിരുന്നു, ലേഖികയായിരുന്നു, അതുപോലെ തന്നെ റേഡിയോ ജോക്കിയും കൂടിയായിരുന്നു. ആര്? നമ്മുടെ ഈ അഞ്ജു ഖർബന്ദ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ലഘുകഥകളും ചെറുകഥകളും കവിതകളും ഓർമ്മക്കുറിപ്പുകളും കവിതാ സംസ്മരൺ ആദി വിധാവോമേ വേ കാര്യരതേ. ഈ മേഖലകളിലും ഇവരെന്താണ്? ഇവരുടെ കഴിവ് തെളിയിച്ചതാണ്. ഉജ്ലി ഹോത്തി ബോർ കിഞ്ച് കമ്പ് ദില്ലി നയൻ ആദി പ്രകാശിത് കൃതിയാ ഹെ. ഇതെല്ലാം അവരുടെ എന്താണ് പ്രകാശനം ചെയ്ത പബ്ലിഷ് ചെയ്തിട്ടുള്ള രചനകളാണ് കേട്ടോ. സാവിത്രി ഭായ് ഫൂലെ സമ്മാൻ സെവേ പുരസ്കൃത ഹെ. സാവിത്രി ഭായ് ഫൂലെ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരവും ഇവർക്ക് ലഭിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറുകഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.